ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഇൻഷോട്ട് ആപ്പ് തന്നെ ഇത് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എന്തായാലും ഇൻഷോട്ട് ആപ്പ് എന്തായാലും കാണുമായിരിക്കും. അപ്പോൾ മിണ്ടല്ലേ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പം ഇൻഷോട്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കോളേജ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവോ അത്രയും ഫോട്ടോസ് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു 6 പിക്ക് മാത്രമേ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആ ലേഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ക്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ അതിൽ താഴെ കണ്ട ഒരു ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പ് റേഷ്യോയിലാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതൊന്ന് നമുക്ക് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാം. ഇനി വീണ്ടും ആ ഒരു ഇൻഷോട്ട് കയറിയിട്ട് ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു മെയിൻ ഫോട്ടോ നമുക്ക് ഇതിലൊന്ന് ആഡ് ആക്കാം. ഓക്കെ, എന്നിട്ട് കട്ടൗട്ട് ഓപ്ഷനിൽ പോയിട്ട് അതൊന്ന് കട്ടൗട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഏതെങ്കിലും ഭാഗം കട്ടൗട്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചിലതൊക്കെ കട്ടൗട്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനൊരു ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പോൾ ആ ലാസ്റ്റത്തെ ആ ഒരു ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റിലുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഔട്ട്ലൈൻ റേഷ്യോ കുറച്ച് നിങ്ങൾക്ക് ആ ഒരു പിക്ചറിനനുസരിച്ച് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഒരു ഇൻഷോട്ട് കയറിയിട്ട് ആ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോളേജ് ഇതിലോട്ടൊന്ന് ആഡാക്കി കൊടുക്കാം. ഈ ഒരു കോളേജിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഫിൽറ്ററിൽ പോയിട്ട് അതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ടിക്ക് ഓപ്ഷൻ ചെയ്ത ശേഷം നിങ്ങൾ സൈഡിലോട്ട് നീക്കാൻ നേരം പിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ടൗട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിക്ക് ഇതിലോട്ടൊന്ന് ആഡ് ആക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാൻ നേരം കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കേട്ടോ ഫ്രെയിം കാണാൻ. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റോ വല്ല കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിലോ അതിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിലോ ഒക്കെ അതിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയൊന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണും വരെ ബൈ.